കടകളിലൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു മിക്സ്ചർ നമുക്ക് ഇന്ന് വീട്ടിലുണ്ടാക്കിയെടുത്താലോ? ഇതുണ്ടാക്കുമ്പോണ്ടല്ലോ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആ 1 കപ്പ് തന്നെ 1/2 കപ്പ് അരിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി, കുറച്ച് കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി അതിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്തിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമ്മൾ നൂൽപുട്ടിൻ്റെ ആ ഒരു അച്ചിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡായി കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു മാവ് അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അതിലേക്ക് ഇതൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് പാനിന് മാറ്റാം. ഇനി നമ്മൾ നേരത്തെ മാവിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു ലൂസ് ബാറ്റർ ആക്കി എടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു അരിപ്പയിലൂടെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കടല ആഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതും നമുക്ക് ഫ്രൈ ചെയ്ത് നമ്മൾ നേരത്തെ ആ ഒരു മിക്സ്ചറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കായ്മുളകും കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് അതും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിന് സാൾട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ നമ്മൾ മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടോ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ഫ്ലേവറിൽ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്ക്, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.